സെറ്റിംഗ് ഇപ്പോഴും ഭയങ്കര സന്തോഷമുള്ള നമുക്ക് അതിന്റെ സമയത്ത് പറയുമ്പോഴൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എനിക്ക്. ഞാൻ അമ്മയിലെ ജോയ് ചെയ്തപ്പോൾ ഞാൻ മിസ് ചെയ്തിട്ടുള്ളത് ഫംഗ്ഷനാണ് ആനുവൽ ജന്മദിനം. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ കുറെ ഞാൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ള ഇഷ്ടപ്പെട്ടുള്ള സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളുടെ കൂടെ ഒരു മുറിയിലിരിക്കുക എന്ന് പറയുന്നത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. ഉറപ്പായിട്ടും ഇലക്ഷൻ തീർച്ചയായിട്ടും ഇവിടെ കഴിഞ്ഞ പോലെ വളരെ എന്താ പറയാ സാരിയായിട്ടുള്ള ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതില് ആര് ജയിച്ചാലും നമുക്ക് സന്തോഷമാണ്. കാര്യം നമുക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇലക്ഷൻ നടക്കുന്നത്. കൂടുതൽ ആളുകൾ ഈ ഒരു ഇതിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒരുപാട് താരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ആളുകൾ വരാനുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വന്നവരെല്ലാവരും അകത്ത് കയറിയിട്ടുണ്ട്. ഇലക്ഷൻ്റെ പ്രോസസ്സൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരുപാട് ആളുകൾ അകത്തുണ്ട്. ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയായിട്ടില്ല. ഇനിയും രജിസ്ട്രേഷൻ്റെ പ്രോസസ്സും ബാക്കി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം താരങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ അടുത്തേക്ക്. ഇപ്പോൾ ഇവിടെ നമ്മോടൊപ്പം വന്നിരിക്കുന്നത് ധന്യയാണ്. ധന്യ മേരി വർഗീസ്, ഫിലിം സ്റ്റാർ, സീരിയൽ ആക്ട്രസ്, ബിഗ് ബോസ് താരം എന്നതിലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ബിനിഷേട്ടാ സഞ്ജു നമ്മളോട് രണ്ടു വാക്ക് പറയും നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു, പോകുന്നു. ഇത് മലയാള സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ചിട്ട് എല്ലാവരുടെയും ഒരു കുടുംബം പോലെ അമ്മ എന്ന് പറയുന്നത്. എല്ലാ വർഷവും എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് ഒരു വേദിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ സംസാരിക്കും. ചിലരൊക്കെ ഷൂട്ടിംഗ് സ്ഥലത്ത് കാണും, പക്ഷെ എല്ലാവർക്കും എപ്പോഴും കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ വർഷത്തിൽ വന്നിരുന്നത് അതിനെ ആ ഒരു ടുഗദർനെസ്സിന്റെ ഹാപ്പിനെസ്സിലേക്കാണ് ഉണ്ടാകുന്നതാണ്. വരും വർഷങ്ങളിലേക്ക് ഇപ്പൊ 30 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു നമ്മുടെ ഒരു ഫെഡറേഷൻ. അപ്പൊ ഇനി വരും വർഷങ്ങളിലേക്ക് എന്തൊക്കെ ഒരു പ്രവർത്തനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, അത് പുതിയ ഭാരവാഹിത്വത്തിലുള്ള വരുന്ന ആളുകൾ നന്നായിട്ട് ചെയ്യും. ഇത്രയും നാളും വളരെ നന്നായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് വരുന്ന ഇനി പുതിയ ആളുകളും അത് നന്നായിട്ട് തന്നെ കൊണ്ടുപോകും. നല്ല രീതിയിൽ പ്രവർത്തനം നടക്കട്ടെ. എന്തായാലും ഇലക്ഷന് ശേഷം നമുക്ക് നമ്മോടൊപ്പം ജാഫർ ഇടുക്കി ചേരുന്നുണ്ട്. പോകുന്നത് ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് ഒരുപാട് പേര് ഇലക്ഷനിൽ നിൽക്കുന്നത്. എന്താണ് ജാഫർ ചേട്ടന് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ഞാൻ കയറി വോട്ട് ചെയ്യും. ജയിക്കുന്നവര് ജയിക്കും, തോക്കുന്നവര് തോറ്റേച്ചു. ആര് ജയിക്കണം എന്നാണ് മനസ്സിലുള്ളത്? എന്റെ മനസ്സിലുള്ളവർക്ക് വോട്ട് ചെയ്യും.
അപ്പം ഇപ്പോഴുള്ള ഒരു ഭാരവാഹിത്വത്തിൽ നിന്ന് ഒരുപാട് പേര് പിന്മാറാണ്. അതുപോലെ 25 വർഷത്തിലധികമായിട്ട് നമ്മുടെ ഭാരവാഹിത്വത്തിൽ ഉണ്ടായിരുന്ന ആണ് ഇടവേള ബാബു ചേട്ടൻ. അദ്ദേഹം ഈ ഒരു സമയത്ത് പിരിയാണ് അപ്പം നമ്മളെ ഈ ഒരു അമ്മ സംഘടനയിൽ നിന്ന്, അപ്പം ഭാരവാഹിത്വത്തിൽ നിന്ന്. അപ്പം എന്താണ് ഇടവേള ബാബു ചേട്ടൻ്റെ ആ ഒരു വിടവിനോട് പറയാനുള്ളത്? അത് ഒരു വിഷമമുണ്ടാക്കുന്ന ഒരു വിടവാണ്. ആ വിടവ് അതുപോലെ ഒരാൾ വന്ന് നിർത്തുക, അതേ ഉള്ളൂ. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആ ഒരു ഇടവേള ബാബു ചേട്ടനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതുപോലെ ഒക്കെ പണിയെടുക്കുന്ന ആളായിരിക്കണം ഇനിയും വരുന്നത്. മനസ്സിലായില്ലേ? ഇത്രയും കാലം നമ്മളെ പൊന്നുപോലെ കൊണ്ടുവരുന്ന ആ ചേട്ടനെ പോലെ അടുത്ത ആൾ അതുപോലെ ചെയ്യണം. പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നാണ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ചുമ്മാ പറയണ്ട, ഷൂട്ടിംഗ് സെറ്റിൽ നിന്നല്ല, വീട്ടിൽ നിന്ന് വന്നെ. പിന്നെ എന്താ ഇത്ര ലേറ്റ് ആയേ? ഇടുക്കിന്ന് വരണ്ടേ? ഇടുക്കിന്ന് കാട് കടത്തി വിടുകയുള്ളൂ. 6 മണി കഴിയാതെ വണ്ടി കടത്തി വിടില്ല മലയോര പ്രദേശങ്ങളിൽ. ഇടുക്കിന്ന് വണ്ടി ഓടി വന്നാ. ഓക്കെ, അങ്ങനെ തന്നെ. ഓക്കെ, അപ്പൊ പൂവാണോ ഇലക്ഷന് മുന്നേ ഒരു കാര്യം കൂടി. ഇപ്പൊ നമ്മുടെ ഈ അമ്മ സംഘടനയിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ അതിന് മെയിൻ ആയിട്ടുള്ളതാണ് കൈനീട്ടം പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഇപ്പൊ വന്ന ആളുകളിൽ നിന്ന് ഒരുപാട് കേട്ടു, അർഹരായിട്ടുള്ളവർക്കല്ലാതെയും ഈ ഒരു കൈനീട്ടം പദ്ധതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് മാറി കുറച്ചുകൂടെ അർഹരായിട്ടുള്ളവർക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച്, ആ പദ്ധതികളെ കുറിച്ച്, അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാൻ? ഒന്നും പറയാനില്ല. കിട്ടുന്നവർ മേടിച്ച് കഴിച്ചോട്ടെ, എന്തും ചെയ്തോട്ടെ. അപ്പൊ എന്തായാലും ജാഫർ ഇടുക്കി ചേട്ടൻ തിരക്കിലാണ്. ഒറ്റയ്ക്ക് ഇടുക്കിന്നൊക്കെ വണ്ടി ഓടിച്ച് വന്നിരിക്കുകയാണ്, അതിന്റെ തിരക്കിലാണ്. അപ്പം നമുക്ക് ഇപ്പൊ അവസാന നിമിഷങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പം ഹായ്, അപ്പം നമുക്കിപ്പോൾ സമീറ ചേരുന്നുണ്ട്. സമീറ, എന്തൊക്കെയാണ് ഇപ്പം നമ്മുടെ അമ്മ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്കറിയാം, സിനിമാ മേഖലയിലുള്ളവർക്ക് മാത്രമല്ല, സമൂഹത്തിലുള്ള ഒരുപാട് അവശത അനുഭവിക്കുന്നവർക്ക്, നിർധനർക്ക് ഒക്കെ അമ്മ സംഘടന ഒരുപാട് സഹായങ്ങൾ നൽകുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് കൈനീട്ടം പദ്ധതി, അതുപോലെ സാന്ത്വന സ്പർശം, അമ്മയ്ക്കൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. അത് എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? ആക്ച്വലി ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് അമ്മ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു, എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഈ ഒരു സമയത്ത് അമ്മ എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു താരസംഘടനയുടെ വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഈ ഒരു സന്തോഷ നിമിഷത്തിൽ മൂവി വേൾഡ് മീഡിയയ്ക്ക് മാത്രം ലഭിച്ച ഈ ഒരു പ്രിവിലേജിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കാരണം ഒരുപാട് സെലിബ്രിറ്റീസിനെ കാണാനായിട്ട് മൂവി വേൾഡ് മീഡിയയിലൂടെ സാധിക്കുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ പ്രേക്ഷകർക്കും ആ ഒരു സന്തോഷം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് ആളുകളായിട്ട് നമ്മൾ കാണാൻ കൊതിച്ചിട്ടുള്ള ഒരുപാട് താരങ്ങളെ മൂവി വേൾഡ് മീഡിയയോടൊപ്പം കാണുക എന്ന് പറയുന്നത് പ്രേക്ഷകരെ സംബന്ധിച്ച് വലിയൊരു സന്തോഷം തന്നെയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഇലക്ഷൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു കഴിഞ്ഞ വർഷവും മൂവി വേൾഡ് മീഡിയയ്ക്ക് തന്നെയാണ് ഈ ഒരു ഇവന്റിന്റെ ഡിജിറ്റൽ പാർട്ണർഷിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ആ ഒരു പ്രിവിലേജ് കഴിഞ്ഞ വർഷവും ഈ വർഷവും ലഭിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അമ്മ എന്ന് പറയുന്ന ഈ ഒരു മലയാളം മൂവി ആർട്ടിസ്റ്റുകളുടെ ഈ ഒരു അസോസിയേഷൻ, ഈ ഒരു ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി തന്നെ 505 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു അസോസിയേഷൻ തന്നെയാണിത്. ഒരുപാട് എല്ലാവരും തന്നെ വളരെ എക്സൈറ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം 30 വർഷങ്ങളായിട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ വർഷങ്ങളായിട്ട് എല്ലാവരുടെയും സ്വീകരണ മുറികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ TV വഴിയോ തിയേറ്ററുകൾ വഴിയോ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന താരങ്ങളാണ് ഈ ഒരു സംഘടനയിൽ ഉൾപ്പെടുന്നുള്ളത് എന്ന് പറയുമ്പം അവരുടെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൊതുവെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ നമ്മുടെ 2018 ഒരു വെള്ളപ്പൊക്കവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ ഫ്ലഡ് നടന്ന സമയത്ത് പോലും ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ട്, ഒരു ഷോ വഴിയാണെങ്കിൽ പോലും ഫണ്ട് പല രീതിയിൽ ട്രേസ് ചെയ്തുകൊണ്ടിട്ട് വളരെയധികം സഹായങ്ങൾ ചെയ്യാനായിട്ട് മുൻകൈ എടുക്കുന്ന ഒരു സംഘടന തന്നെയാണ്. ഇനിയും വരും വർഷങ്ങളിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുകയാണ്. ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ, പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ, India's #1 language academy, Neetu's Academy.